നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഹൂത്തി വിമതർ വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ച സാഹചര്യത്തിൽ അവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഒരു പാഠം പഠിപ്പിക്കണം എന്ന ആവശ്യവുമായി മൊസാദ്. ഇസ്രായേലിലെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിൻ്റെ തലവനായ ഡേവിഡ് ബെർണിയ തന്നെയാണ് ഇത്തരമൊരു ആവശ്യവുമായി ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ആദ്യം ഇല്ലാതാക്കേണ്ടത് ഇറാനെയാണ് എന്നാണ് ബെർണിയയുടെ അഭിപ്രായം. ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിച്ചാൽ മാത്രമേ ഹൂത്തി വിമതർക്ക് ശക്തിയില്ലാതാകുകയുള്ളൂ എന്ന കർശന നിലപാടിലാണ് ഇപ്പോൾ ബെർണിയ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സുമാകട്ടെ തത്കാലം ഹൂത്തി വിമതരിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയെന്നും ഇറാനെ പിന്നീട് ആക്രമിച്ചാൽ പോരെ എന്ന സംശയവും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ മൊസാദെ ആകട്ടെ ഒരു കാരണവശാലും ഇറാനെ ഇങ്ങനെ വിടരുത് എന്ന നിലപാടിൽ ഇപ്പോഴും ശക്തമായി തന്നെ അവർ തുടരുകയാണ്. ഇതിനവരെ പ്രേരിപ്പിച്ച ഘടകം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ 10 ദിവസങ്ങൾക്കുള്ളിൽ 5 തവണയാണ് ഹൂത്തി വിമതർ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചത്. ഒപ്പം 5 ഡ്രോണുകളും അയച്ചിരുന്നു. ഇവയെല്ലാം തന്നെ ഇറാനിൽ നിർമ്മിച്ചവയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച മൊസാദിന് വളരെ കൃത്യമായ വിവരവും ലഭിച്ചിരുന്നു. ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് ഇസ്രായേലിൻ്റെ അഭിമാനമായ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെല്ലാം മറികടന്ന് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ടെൽ അവീവിൽ പ്രവേശിച്ചത് മൊസാദിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. മിസൈൽ വന്ന് പതിച്ചത് ഒരു ഗ്രൗണ്ടിലായതുകൊണ്ട് അപകടം ഒഴിവായി. എന്നാൽ ഈ ഗ്രൗണ്ടിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാർ ഈ വലിയ ശബ്ദം കേട്ട് പുലർച്ചെ 3:45 ഈ ആക്രമണം നടന്നത്. തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പരക്കം പാച്ചിൽ നടത്തുന്നതിനിടെ പലർക്കും പരുക്കും പറ്റിയിരുന്നു. ഒരു ചെറിയ പെൺകുട്ടിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഇതെല്ലാം ഇറാനാണ് ചെയ്യിക്കുന്നത് എന്ന് മൊസാദ് ഇസ്രായേൽ സർക്കാരിനോട് ശക്തമായ തോതിൽ തന്നെ ഇപ്പോഴും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ഇറാനെ തീർത്തിട്ട് മതി, പിന്നെ ഹൂതി വിമതർ എന്ന ഒരു പുതിയ തീരുമാനത്തിലേക്ക് ഇപ്പോൾ മൊസാദ് എത്തുകയാണ്. ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് 3 തവണ ഇസ്രായേൽ സൈന്യം യമനിലേക്ക്, അതായത് ഹൂത്തികളുടെ ശക്തി കേന്ദ്രമായ രാജ്യത്തേക്ക് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഈ 3 ആക്രമണങ്ങളും അത്ര ഫലപ്രദമായില്ല എന്ന നിലപാടിലാണ് മൊസാദ്. ഇപ്പോഴും ഇസ്രായേലിലേക്ക് ഹൂത്തി വിമതർ മിസൈലുകൾ അയക്കുന്നത് അന്നത്തെ ആക്രമണം ശരിയാകാത്തതുകൊണ്ടാണെന്നും അവരുടെ ആയുധശേഖരം പൂർണ്ണമായും നശിപ്പിക്കാൻ ഇസ്രായേൽ വ്യോമസേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുമാണ് മൊസാദയുടെ ഒരു അഭിപ്രായം. അതേസമയം കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷത്തിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് മറ്റ് തീവ്രവാദ സംഘടനകൾക്കുണ്ടായ അതേ ഗതി തന്നെയായിരിക്കും ഹൂത്തികൾക്കും ഉണ്ടാവുക എന്നാണ്. ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും സിറിയയിലെ അസദ് ഭരണകൂടത്തിൻ്റെയും എല്ലാം വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൂത്തി വിമതരെ തങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നാണ് ഇപ്പോൾ നെതന്യാഹു വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മൊസാദെ വാദിക്കുന്നത് ഇപ്പോൾ ഹൂത്തി വിമതരെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരെ ആക്രമിക്കുകയാണെങ്കിൽ ആ സംഘടന മാത്രമേ ഇല്ലാതാകുകയുള്ളൂ എന്നും ഈ എല്ലാ തീവ്രവാദ സംഘടനകളെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമെന്നും ഈ ഇടവേളയിൽ അവർ കൂടുതൽ ശക്തി സംഭരിക്കും എന്നുമാണ് മൊസാദെ കരുതുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മൊസാദയ്ക്ക് ഏജൻറ്റന്മാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഓരോ വിവരങ്ങളും കൃത്യമായി തന്നെ അവർക്ക് അറിയാനുള്ള സംവിധാനമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബെർണിയ ഇക്കാര്യത്തിലൊരു ശക്തമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രിയുമൊക്കെ തന്നെ പിന്നീട് തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്താൻ തന്നെയാണ് സാധ്യത. കാരണം ഇറാൻ തങ്ങളുടെ പൊതുശത്രുവാണ് എന്ന് നെതന്യാഹുവിന് നന്നായിട്ടറിയാം. കൂടാതെ അടുത്ത വർഷം ജനുവരി 20 അമേരിക്ക ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്നതോടുകൂടി ഇക്കാര്യത്തിൽ കർശന നിലപാട് വരും എന്നുള്ളതും ഉറപ്പാണ്. താൻ പ്രസിഡൻ്റായി ചുമതലയേറ്റാൽ ആദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയായിരിക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ച സന്ദർഭത്തിലുമൊക്കെ അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് അടിയന്തരമായി ഇറാനെ ആക്രമിക്കണം എന്നാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. ട്രംപ് നേരത്തെയും പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഇറാന് മേൽ നിരവധി കാര്യങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അതിശക്തമായ വിമർശനമാണ് അന്നും ട്രംപ് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ജനുവരി 20 മുമ്പ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇപ്പോൾ മൊസാദിൻ്റെ അഭിപ്രായം. അതല്ലെങ്കിൽ നാളെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി വന്നതിന് ശേഷം അതിശക്തമായ ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. യമനെ സംബന്ധിച്ച് ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതിൻ്റെ ദൂരമാണ്. ഏതാണ്ട് 2000 കിലോമീറ്റർ അപ്പുറത്താണ് യമൻ സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് സഞ്ചരിച്ചെത്തി ആക്രമണം നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഈയിടെ 14 യുദ്ധവിമാനങ്ങളാണ് ഇസ്രായേൽ യമനിലേക്ക് അയച്ച് അവിടെ നിരന്തരമായ ആക്രമണം നടത്തിയത്. ഒരുപക്ഷെ നാളെ ഇക്കാര്യത്തിൽ അമേരിക്കയുമായി സഹകരിച്ചുകൊണ്ടായിരിക്കാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ യമനെയും അവിടുത്തെ ഹൂതി വിമതരെയും എല്ലാം ഇസ്രായേൽ നേരിടുക.